വിമൻസ് ഡേയിലെ ആശംസകളും ഗിഫ്റ്റുകളും കാണുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പുറമേ കാണുന്ന ഈ പോരാട്ട വീര്യത്തിനപ്പുറം ഓരോ സ്ത്രീയുടെ ഉള്ളിലും വളരെ ഇൻറ്റൻസായ ചില മാറ്റങ്ങൾ നടക്കുന്നില്ലേ എന്ന്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റി ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജാണ് മെനോപോസ്. പ്യൂബേർട്ടിയെ പറ്റി നമ്മളിന്ന് സംസാരിക്കാറുണ്ട്. ഒരു പെൺകുട്ടിയിൽ നിന്ന് സ്ത്രീയിലേക്കുള്ള ആ ശാരീരിക മാനസിക പരിവർത്തനത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി ഒരു പരിധിവരെ സമൂഹം ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ആ മാറ്റത്തിൻ്റെ മറ്റൊരു സൈഡായ മെനോപോസിനെ പറ്റി സംസാരിക്കാൻ പലർക്കും ഇപ്പോഴും മടിയാണ്. സത്യത്തിൽ അതൊരു സ്ത്രീയുടെ ജീവിതത്തിലെ സൈലൻറ്റ് സ്ട്രഗിളല്ലേ? ടീനേജ് കാലഘട്ടത്തിൽ ഹോർമോണുകൾ ആക്റ്റീവ് ആകുന്നത് പോലെ മെനോപോസിൽ അവ മറ്റൊരു ക്രമീകരണത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അമ്മമാരിലും പ്രായമായവരിലും കാണുന്ന അകാരണമായ സങ്കടം, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ, ഇതിനെയൊക്കെ വെറും പെരുമാറ്റ പ്രശ്നങ്ങളായിട്ട് ലേബൽ ചെയ്യുന്നതാണ് നമ്മുടെ പതിവ്. എന്നാൽ ഇതിന് പിന്നിൽ ഈസ്ട്രജൻ ലെവലിലുണ്ടാകുന്ന വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. അത് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ആങ്സൈറ്റി പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. പ്യൂബേർട്ടിയിൽ ലഭിക്കുന്ന സപ്പോർട്ടോ പരിഗണനയോ പോലും ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ പലർക്കും കിട്ടാറില്ല എന്നതാണ് വാസ്തവം. അതുപോലെ മെനോപോസ് എന്നാൽ സ്ത്രീ ജീവിതത്തിൻ്റെ വുമൺ ഐഡൻറ്റിറ്റിയുടെ അവസാനമാണെന്നത് മറ്റൊരു വലിയ മിത്താണ്. പ്യൂബേർട്ടി എങ്ങനെയാണോ പുതിയൊരു ജീവിതഘട്ടത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നത്, അതുപോലെ സൈക്കോളജി മെനോപോസിനെ ഒരു സെക്കൻഡ് സ്പ്രിംഗ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. ഉത്തരവാദിത്തങ്ങളുടെയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെയും ഇടയിൽ നിന്ന് സ്വന്തം ഐഡൻറ്റിറ്റി വീണ്ടെടുക്കാനും സെൽഫ് കെയറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും കഴിയുന്ന ഒരു കാലഘട്ടം. പക്ഷേ പ്രായമായ അച്ഛനമ്മമാരുടെയും വളരുന്ന മക്കളുടെയും നടുവിൽ ഒരു സാൻഡ്വിച്ച് ജനറേഷൻ ഫേസിൽ വല്ലാത്തൊരു റോൾ ഓവർലോഡാണ് ഈ സമയത്ത് പലരും എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ മെനോപോസ് എന്നത് അതൊരു സിസ്റ്റം അപ്ഗ്രേഡ് പോലെയാണ്. പഴയ പാറ്റേണുകളിൽ നിന്ന് മാറി പുതിയൊരു വേർഷനിലേക്കുള്ള മാറ്റം. പ്യൂബേർട്ടിയെ നാം സ്വീകരിച്ചതുപോലെ ഈ മാറ്റത്തെക്കുറിച്ചും നമ്മുടെ വീടുകളിലും മറ്റും കൂടുതൽ ചർച്ചകൾ വരേണ്ടതില്ലേ? ആ മാറ്റങ്ങളെ അറിവോടെയും ആത്മവിശ്വാസത്തോടെയും സ്വീകരിക്കാൻ കഴിയുന്നിടത്താണ് റിയൽ ചേഞ്ച് ആരംഭിക്കുന്നത്. തൻ്റെ ഉള്ളിലെ മാറ്റങ്ങളെ തിരിച്ചറിയുന്ന ഓരോ വ്യക്തിയും ഒരു വിപ്ലവം തന്നെയാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്.